CUT എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളോടും പറയാനുള്ള കാര്യമാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന കാര്യമായിരിക്കില്ല, ഞാൻ ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഇനി എക്സാമിൻ്റെ ദിവസം എന്തായിരിക്കും എന്ന് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എക്സാമിൻ്റെ ദിവസം ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ധാരണ ഇല്ലെങ്കിൽ, ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിന് കുറച്ച് ക്ലാരിഫിക്കേഷൻസ് അല്ലെങ്കിൽ ക്ലാരിറ്റി കൂടി വരാനുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അൾട്ടിമേറ്റ്ലി ഈ വീഡിയോ എന്ന് പറയുന്നത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മളിവിടെ പറയാൻ പോകുന്നത് എക്സാമിൻ്റെ ദിവസം നടക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ പറയുന്ന 2025 CUT എക്സാം എന്ന് വേണമെങ്കിലും നടത്തിക്കോട്ടെ, പക്ഷെ അന്ന് എന്ന് നടന്നാലും അന്ന് എക്സാം ഹാളിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സാം ഡേയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും, നമ്മുടെ ഇത്തവണത്തെ CUT എക്സാം കഴിഞ്ഞ വർഷം നമുക്ക് പെൻ ആൻഡ് പേപ്പർ ആയിരുന്നു അല്ലേ. നമ്മൾ എന്ത് ചെയ്യും, ഒരു ക്വസ്റ്റ്യൻ കാണും, അത് ബബിളെയും, അടുത്ത ക്വസ്റ്റ്യൻ കാണും, ബബിളെയും, ഈ രീതിയിലാണ് പോയിരുന്നത്. പക്ഷേ ഇത്തവണ എക്സാം അങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, മാറ്റമുണ്ട്. എന്താണ് എക്സാം? നമ്മുടെ CUT ഇത്തവണ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. നമ്മളതിനെ CBT എന്ന ചുരുക്കപ്പേരിലാണ് വിളിക്കാറുള്ളത് അല്ലേ. അപ്പോൾ CBT എക്സാം ആണുള്ളത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് അറിയാം എത്ര ഷിഫ്റ്റ് ആയിട്ട് നടക്കുന്നത്, 3 ഷിഫ്റ്റുകളായിട്ടാണ് നമ്മുടെ എക്സാം അല്ലേ. 3 ഷിഫ്റ്റുകളായിട്ടാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ ഈ 3 ഷിഫ്റ്റിലായിട്ട് നടക്കുന്ന എക്സാം എങ്ങനെയായിരിക്കും, അല്ലെ എക്സാം ഡേയിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യമാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യും, എക്സാം ഡേയുടെ അന്ന് എന്ത് ചെയ്യും, എക്സാം സെൻറ്ററിലേക്ക് എത്തും അല്ലേ. അപ്പോൾ എക്സാം സെൻറ്ററിൽ എപ്പോൾ എത്തണം, ആദ്യം ആ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അന്ന് എക്സാമിൻ്റെ ദിവസം നിങ്ങൾക്ക് രാവിലെ 1ാമത്തെ ഷിഫ്റ്റാണ് നിങ്ങൾക്ക് തുടങ്ങുന്നതെങ്കിൽ ഫസ്റ്റ് ഷിഫ്റ്റ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 9 മണിക്കാണ് അല്ലേ. 9 മണി മുതൽ 10 മണി വരെയാണ് 1ാമത്തെ ഷിഫ്റ്റ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളുടെ എക്സാമിൻ്റെ ടൈം പറഞ്ഞിട്ടുള്ളത്, ആ എക്സാമിൻ്റെ ടൈമിൻ്റെ മുൻപായിട്ട് നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരത്തെ മുൻപായിട്ട് ഗേറ്റ് ക്ലോസിങ്ങിൻ്റെ മുൻപായിട്ട് എക്സാം സെൻറ്ററിൽ എത്താൻ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന 4-5 ഓപ്ഷൻസ് ഉണ്ടാവും, സിറ്റീസ് കൊടുത്തിട്ടുണ്ടാവും. അതിലേതെങ്കിലും ഒരു സിറ്റിയിലെ എക്സാം സെൻറ്റർ ആയിരിക്കും നിങ്ങൾക്ക് അലോ ചെയ്തിട്ടുണ്ടാവുക. അപ്പം അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ എക്സാമിൻ്റെ സമയത്തിൻ്റെ മുൻപെത്താൻ ആ പറയുന്ന ഇൻറ്റിമേഷൻ സ്ലിപ്പ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അഡ്മിറ്റ് കാർഡിലുണ്ടാവും. ഇപ്പോൾ ഉദാഹരണം, സാധാരണ 9 മണിൻ്റെ പരീക്ഷയ്ക്കാണെങ്കിൽ നമുക്ക് 2 മണിക്കൂറൊക്കെ വെരിഫിക്കേഷൻ മുൻപായിട്ട് ഒരു 7 മണി 7 ആകുമ്പോഴേ നമ്മളോട് എത്താൻ പറയാറില്ല. റിപ്പോർട്ടിംഗ് ടൈം 7 ആണ് പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിൻ്റെ ഒരു 2 മണിക്കൂർ മുമ്പ്, 9 മണിക്കാണ് നിങ്ങൾ എത്തുന്നതെങ്കിൽ ഒരു 2 മണിക്കൂർ മുൻപ് എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ എത്തണം. 2 മണിക്കൂർ മുൻപ് അവിടെ എത്താം. അപ്പോൾ 7 മണിക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും കുറഞ്ഞതാണ് പറഞ്ഞത്, മാക്സിമം പോയാൽ എത്ര വരെ പോകണം, 7 മണിക്കെങ്കിലും നിങ്ങൾ എക്സാം സെൻറ്ററിൽ എത്താൻ നോക്കുക. കാരണം എന്ന് പറയുന്നത് ബ്ലോക്ക് ഉണ്ടാവാം, പല കാരണങ്ങളുണ്ടാവാം. അപ്പോൾ എക്സാമിൻ്റെ ഡേ നമ്മൾ ഇത്രയും കാലം എടുത്ത എഫേർട്ട് എന്ത് ചെയ്ത് ഒരിക്കലും വെള്ളത്തിലായി പോകരുത്. ആ ഒരു എക്സാമിൻ്റെ ഡേയിൽ നമ്മൾ ലേറ്റ് ആകുമ്പോൾ പാടില്ല. നമ്മൾ കൃത്യമായിട്ട് രാവിലെ കൃത്യമായിട്ട് എണീറ്റ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്ത് അതിനുവേണ്ടി തലേന്ന് നേരത്തെ തന്നെ കിടന്നുറങ്ങി കൃത്യമായിട്ട് ഒരു 6-7 മണിക്കൂർ ഉറക്കം കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. സുഖമായിട്ട് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുമായിരിക്കും. കാരണം പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ പ്രിപ്പറേഷൻ്റെ ടെൻഷൻ കൊണ്ടുണ്ടോ. അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട, പക്ഷെ നന്നായിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ നേരത്തെ തന്നെ നിങ്ങൾ റെഡിയായിട്ട് 7 മണിയാകുമ്പോഴേക്കും എന്ത് ചെയ്യുക, നമ്മുടെ എക്സാം സെൻറ്ററിൽ എത്തുക. അതിന് കാരണം എന്ന് പറയുന്നത്, അഥവാ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയം കൊണ്ട് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ അഥവാ ഫോട്ടോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പേനയുടെ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യം അത്യാവശ്യം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം സെൻറ്ററിൽ അതെടുക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എക്സാം സെൻറ്ററിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് പോകരുത്, പരീക്ഷയ്ക്ക് ഒറ്റയ്ക്ക് പോകരുത്. നിങ്ങളുടെ കൂടെ ഒരാളുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കാൾ മുതിർന്ന ഒരാളായി അത്രയും നല്ലത്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ ഓടിക്കൊണ്ടുവന്ന് വരാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വേണമെങ്കിൽ അതിന് നിങ്ങളെ കൂടെ നിൽക്കാൻ ഒരാൾ വേണം. അപ്പോൾ എക്സാം സെൻറ്ററിൽ നിങ്ങളുടെ കൂടെ ഒരാൾ ഉണ്ടായിരിക്കണം. അതെന്ത് ചെയ്യണം, നിങ്ങളെക്കാൾ മുതിർന്ന ആളായ അത്രയും നല്ലത്. അച്ഛനെ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അച്ഛനെ അമ്മയോ ചേട്ടനോ ചേച്ചിയൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൊണ്ടുപോകാം, നോ പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ എക്സാം സെൻറ്ററിൽ നിങ്ങൾ എത്തേണ്ട കാര്യം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എക്സാമിൻ്റെ അന്ന് ഇടേണ്ട ഡ്രസ് കോഡ് എന്തായിരിക്കണം അല്ലേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നത് ഓക്കെ, അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് എക്സാം സെൻറ്റർ എവിടെ കിട്ടിയാലും, സിറ്റിയിലാവട്ടെ ഇനി ടൗണിലാവട്ടെ എവിടെ വേണമെങ്കിൽ കിട്ടിയാലും നിങ്ങൾ എക്സാം സെൻറ്ററിൽ പോകുന്ന പരീക്ഷ ഇതാണ് അല്ലേ. അല്ലാതെ നമ്മുടെ ഫാഷൻ സെൻസോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിങ്ങിൻ്റെ സെൻസോ മറ്റുള്ളവരെ കാണിക്കാനോ അത് വെച്ചുകൊണ്ട് നമുക്കൊരു മാർക്ക് ഇടാനോ വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പോൾ നമ്മൾ പോകുമ്പോൾ സാധാരണ ഒരു വേഷം ധരിച്ച്, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ബോയ്സ് ആണെങ്കിൽ ഏറ്റവും നല്ലത്, നിങ്ങളിപ്പോൾ ഷർട്ട് ധരിച്ചാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഷർട്ട് മടക്കി വെക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളോട് കംപ്ലീറ്റ് എന്ത് ചെയ്യും, അത് അഴിപ്പിക്കും. പിന്നെ ഷർട്ടിൽ ഒരിക്കലും മെറ്റൽ ബട്ടൺസ് കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് കംപ്ലീറ്റ് നിങ്ങളോട് എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് കംപ്ലീറ്റ് ഷർട്ടിൻ്റെ മടക്കി വെച്ച കൈ മുഴുവൻ അഴിപ്പിക്കും. അതുപോലെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് അത് പുറത്തേക്ക് ഇടിപ്പിക്കും. അതുപോലെ ബെൽറ്റ് കെട്ടാൻ പാടില്ല, പാൻറ്റിന് ബെൽറ്റ് കെട്ടാൻ പാടില്ല. ബെൽറ്റിൽ മെറ്റൽ വരുന്നതുകൊണ്ട് എന്ത് ചെയ്യും, മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ട് ബെൽറ്റ് ഊരിയൊക്കെ പറയും. മിക്കവാറും എക്സാം സെൻറ്ററിൽ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളോട് ബെൽറ്റ് കെട്ടാൻ പാടില്ല. അപ്പോൾ അത്യാവശ്യം ഒരു ഫിറ്റ് ആയിട്ടുള്ള പാൻറ്റ് ഇട്ടിട്ട് പോവുക. ഓക്കെ, ബോയ്സിനോട് ഗേൾസിനോടായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഫിറ്റ് ആയിട്ടുള്ള പാൻറ്റ് ഇട്ടിട്ട് പോവുക. പിന്നെ നിങ്ങളിനി ഗേൾസിൻ്റെ കാര്യം പറയാനുള്ളത്, നിങ്ങളിനി ചെയ്യേണ്ടത് ഈ ചുരിദാറൊക്കെ ധരിച്ച് പോകുന്ന ആൾക്കാർ, നിങ്ങൾ അധികം ഫാഷനബിൾ, ഒരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കുത്തുന്ന കളറൊക്കെ ഭയങ്കര ഡാർക്കായിട്ടുള്ള ഭയങ്കര
പാറ്റേൺ ഒക്കെ ഉള്ള ഡ്രസ്സുകൾ ഒഴിവാക്കുക. പകരം അധികം പോക്കറ്റുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള സാധാരണ ഒരു വസ്ത്രം ധരിച്ചു. അതിൽ വർക്കുകൾ ഇല്ലാതിരുന്ന അത്രയും നല്ലത്. മെറ്റൽ വർക്കുകൾ അതുപോലെ ഒരുപാട് വർക്കുകളും കാര്യങ്ങളും വരാതിരുന്ന അത്രയും നല്ലത്. പിന്നെ മെറ്റലിൻ്റെ ബട്ടൺ ഉണ്ടെങ്കിൽ ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട് നെറ്റ് എക്സാം ഒക്കെ എഴുതാൻ പോകുമ്പോൾ മെറ്റലിൻ്റെ ബട്ടൺ ഉണ്ട് എന്ന കാരണത്താൽ ഒരു 3-4 ബട്ടൺ ഫാഷന് വേണ്ടി വെക്കില്ല, നമ്മളൊരു ട്രെൻഡിന് വേണ്ടിയിട്ട് ആ ബട്ടൺ പോലും എന്ത് ചെയ്യുന്നുണ്ട് അത് കാരണം കൊണ്ട് അത് മുറിച്ച് കളയാനോ അല്ലെങ്കിൽ മറച്ചോ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ആ റിസ്ക് എടുക്കരുത്. പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സിമ്പിളായിട്ടുള്ള ഏറ്റവും നന്നായിട്ടുള്ള ഒരു യൂണിഫോം പോലുള്ള യൂണിഫോമിനെ നിങ്ങൾ ഉപയോഗിക്കുന്ന അതേപോലുള്ള തുണിയിലുള്ള ഒരു സാധാരണ ചുരിദാർ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് പോവുക. പിന്നെ ഒരു ഹാഫ് സ്ലീവ് ആയി അത്രയും നല്ലത് കേട്ടോ. ഒരു ഫുൾ സ്ലീവ് ഇട്ട് കഴിഞ്ഞാൽ അവർ വീണ്ടും നമ്മളെ ചെക്ക് ചെയ്യും. പിന്നെ ഡ്രസ് കോഡ് നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അവിടെ ഷൂ ഇട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചെരുപ്പിട്ടിട്ടാണ് പോകുന്നതെങ്കിലും നിങ്ങൾക്ക് ഇതൊന്നും കയറ്റാൻ പറ്റില്ല. നിങ്ങൾ ഷൂ ഇട്ടിട്ടാണെങ്കിൽ പോലും സോക്സ് പോലും അവിടെ ഊരി വെക്കേണ്ടി വരും. ബെയർ ഫുട്ടായിട്ട് നിങ്ങൾ എക്സാം ഹാളിൽ കയറേണ്ടി വരും. അവിടെ നല്ല തണുപ്പായിരിക്കും. AC ഉള്ള എക്സാം സെൻറ്റർ ആണെങ്കിൽ ഉറപ്പായിട്ട് AC ഉണ്ടാവും, തണുപ്പുണ്ടായിരിക്കും. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, NTA റൂളാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൽ പ്രാക്ടീസ് ഒഴിവാക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ തന്നെ സഹകരിച്ച് നിൽക്കണം. ഇനി അടുത്തൊരു കാര്യം ശ്രദ്ധിക്കുക, അല്ല ബോയ്സ് ഏത് വസ്ത്രം ധരിക്കണം എന്നാണല്ലേ. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഒരു ടീഷർട്ട് ധരിച്ചു പോവുക. ഒരു ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ബനിയൻ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ഒരു ബനിയൻ ഇട്ട് പോയാൽ അത്രയും നല്ലത്. അതിൽ പ്രിൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇല്ലാതിരുന്ന അത്രയും നല്ലത്. ഓക്കെ, ഇനി പ്രിൻ്റ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവർ പറയുന്നുള്ളതുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പ്രിൻ്റ് ഒന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടീഷർട്ട് ഇട്ട് പോയാൽ അത്രയും നല്ലത്. പിന്നെ മെറ്റലുള്ള അധികം സാധനങ്ങളൊന്നും നിങ്ങൾ ധരിക്കുന്നതിന് എല്ലാം ഊരിയൊക്കെ വരും. കയ്യിൽ വള ധരിക്കുന്നത്, മോതിരം ധരിക്കുന്നത്, മാല ഇടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഊരിയൊക്കെ വരും. കമ്മലിട്ടാൽ പോലും എല്ലാവരും ഊരിയൊക്കെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് സിമ്പിളായിട്ടുള്ള വേഷം ധരിച്ച് മാത്രം എക്സാം സെൻറ്ററിലേക്ക് പ്രവേശിക്കുക. അതാണ് ഡ്രസ് കോഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി മൂന്നാമത്തത് എന്താണ് എൻട്രി. എൻട്രിയിൽ പറയാനുള്ള കാര്യം, നിങ്ങൾ എക്സാം സെൻറ്ററിൽ ചെന്ന ഉടനെ തന്നെ നിങ്ങളെ വേഗം എക്സാം സെൻറ്റർ കയറ്റിയിട്ട് പരീക്ഷയ്ക്ക് മുമ്പിൽ ഇരുത്തില്ല. ആദ്യമേ മനസ്സിലാക്കുക, റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിട്ടുണ്ട്. ആ ടൈമിന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിൻ്റെ ഒഫീഷ്യൽസ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും, അവരുടെ അടുത്ത് അവിടെ റിപ്പോർട്ട് ചെയ്യും. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കയ്യിൽ ഹാൾ ടിക്കറ്റ് ഉണ്ടായിരുന്നു, അത് കളർ പ്രിൻ്റ് എടുക്കാൻ നോക്കുക. ഓക്കെ, ഫോട്ടോസ്റ്റാറ്റ് പ്രിൻ്റ് എടുത്ത് പോയത് കളർ പ്രിൻ്റ് എടുക്കുക. 10 രൂപയുള്ളൂ പ്രിൻ്റ് എടുക്കാൻ. ആ കളർ പ്രിൻ്റ് എടുത്തിട്ട് പോവുക. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ അതിലിട്ടിരിക്കുന്ന സൈൻ ഉണ്ടാവും നിങ്ങളല്ലേ, അല്ലെങ്കിൽ പോട്ടെ നിങ്ങളുടെ എക്സാം ഹാൾ ടിക്കറ്റ് പ്രിൻ്റ് കളർ തന്നെ എടുത്ത് പോവുക. പിന്നെ നിങ്ങളോട് ഫോട്ടോ, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ മിക്കവാറും വെരിഫിക്കേഷന് വേണ്ടി പറയാറുണ്ട്, ആ കോപ്പി കയ്യിലെടുക്കുക. അതുപോലെ നിങ്ങളോട് തമ്പ് ഇംപ്രഷൻ വെക്കാൻ പറയുന്നുണ്ടാവും, മിക്കവാറും അതിനും കൂടി റെഡി ആയിരിക്കുക. പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് പെന്ന് നിങ്ങളുടെ കയ്യിലുണ്ടായ ഇത്രയും മതി. പിന്നെ ID പ്രൂഫും കാര്യങ്ങളും നിങ്ങളുടെ എക്സ്ട്രാ എന്തെങ്കിലും ആ അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അതെടുക്കുക. അതെടുത്തിട്ട് എക്സാം ഹാളിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ആദ്യം ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളെ കുറച്ച് വരിയായിട്ട് നിർത്തും, നമ്മുടെ റിപ്പോർട്ടിംഗ് ടൈമിനനുസരിച്ച് നമ്മളെ വരിയായിട്ട് നിർത്തും. എന്നിട്ട് അവിടെ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഒരു മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മെയിലാണെങ്കിൽ ആൺകുട്ടികൾക്ക് സെപ്പറേറ്റും പെൺകുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും, ദേഹം മുഴുവൻ പരിശോധന നടത്തും. നമ്മൾ ഈ എയർപോർട്ടിലൊക്കെ കാണുന്ന പോലെ ദേഹപരിശോധന ഉണ്ടായിരിക്കും. നിങ്ങളുടെ ശരീരത്തിന് മെറ്റലായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നിങ്ങളോട് നിങ്ങളുടെ ചെവി പരിശോധിക്കും. അതേപോലെ തന്നെ ഷർട്ടിൻ്റെ കോളർ ആണെങ്കിൽ ഷർട്ടിൻ്റെ കോളർ ചെക്ക് ചെയ്യും. മൊത്തത്തിൽ നിങ്ങളൊന്ന് പരിശോധിക്കും, നിങ്ങളതിന് സഹകരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, ഗേൾസിന് മാത്രമായിട്ടൊരു ഫ്രിസ്കിങ് ഉണ്ടാവും. ഫ്രിസ്കിങ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഒരു സ്വകാര്യമായിട്ട് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു റൂം പോലെ ആ ഒരു സെറ്റപ്പിൽ കൊണ്ടിട്ട് നിങ്ങൾ അവിടെ ലേഡീസ് തന്നെ ഇടോ, നിങ്ങളെ തന്നെ പരിശോധിക്കും. നിങ്ങളെ പരിശോധിച്ച് നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ആഭരണങ്ങൾ മറ്റെന്തെങ്കിലും കാര്യം ഒളിപ്പിച്ച് വെച്ചിട്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എൻട്രി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നേരെ എക്സാം ഹാളിൽ കയറി അല്ലേ. എക്സാം ഹാളിൽ കയറി നിങ്ങൾക്കറിയാം നിങ്ങളുടെ എക്സാം തുടങ്ങുന്നത് 9 മണിക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ 8:59 എക്സാം ഹാളിൽ കയറുന്നുണ്ടാവുക. മിക്കവാറും നിങ്ങൾ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു അരമണിക്കൂർ മിനിമം ഉണ്ടോ പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ആൾക്ക് അരമണിക്കൂർ സമയം ഉണ്ടാവും. അപ്പോൾ ഒരു 8:30 നിങ്ങളൊരു 8:30 ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, എക്സാം ഹാളിൽ കയറും. അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് വാഷ്റൂം പോകണമെങ്കിൽ വാഷ്റൂം പോയിട്ട് വരാം. ഇനി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പം തന്നെ പോയിട്ട് വരണം. അല്ലാതെ എക്സാം ഹാളിൽ കയറിയിട്ട് പിന്നെ പോകുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം പിന്നെ എന്ത് ചെയ്യണം, ഈ ഡ്രസ് കോഡും പരിശോധിക്കും, എൻട്രിയും പരിശോധിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് സമയം പോക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വാഷ്റൂം ഒക്കെ പോകാനുള്ള കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, എക്സാം ഹാളിലേക്ക് എൻട്രി ചെയ്യുക. ഓക്കെ, എൻട്രി ചെയ്യാം. എക്സാം ഹാളിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നിങ്ങളോട് അവിടെ നേരെ ചെന്നിട്ട് നിങ്ങളെ വെരിഫിക്കേഷൻ ഉണ്ടാവും. നിങ്ങൾ ഇതുപോലെ ഒരു ക്യാമറയുടെ മുമ്പിൽ നിർത്തും, ഫോൺ ക്യാമറ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ വെബ് ക്യാമറ വെച്ചിട്ടുണ്ടാവും. അതിന് മുമ്പിൽ നിങ്ങൾ നിർത്തിയിട്ട് നിങ്ങളുടെ ഫോട്ടോ എടുക്കും, തമ്പ് ഇംപ്രഷൻ ശേഖരിക്കും. പിന്നെ അതുപോലെ നിങ്ങളോട് സൈൻ ചെയ്തിട്ടും ഫോട്ടോ വാങ്ങിക്കും. എന്നിട്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എക്സാം ഹാളിലേക്ക് നിങ്ങളെ അലോട്ട് ചെയ്യുള്ളൂ. ഓക്കെ, എക്സാം ഹാളിലേക്ക് നിങ്ങൾ അലോട്ട് ചെയ്യും. അപ്പോൾ അതിൽ അലോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ സിസ്റ്റം കൂടി അവർ പറഞ്ഞുതരും. ഈ പറഞ്ഞ വെരിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് സിസ്റ്റമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ എത്രാമത്തെ ബാച്ച്. ഇപ്പോൾ B1 4ാമത്തെ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടാവും B004 കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ സിസ്റ്റത്തിൻ്റെ നമ്പർ വരും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ നിങ്ങളുടെ കൂടെ അവിടെ ഇൻവിലേജർ ഉണ്ടാവും. അവർ നിങ്ങളെ വന്നിട്ട് നേരെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ സിസ്റ്റത്തിന് അവിടെ കൊണ്ടുവരുത്തും. അവിടെ ചെന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കിട്ടിയിരുന്ന സിസ്റ്റം അത് ജസ്റ്റ് എന്ത് ചെയ്യുക, അതൊന്ന് ഇളക്കി നോക്കട്ടോ. അതിൻ്റെ മൗസൊക്കെ ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക പ്രോപ്പറായിട്ട്. മൗസ് വർക്ക് ചെയ്യുന്നില്ലേ നമുക്ക് ബുദ്ധിമുട്ടാണ്. മൗസ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക.
സ്ക്രീൻ ഓൺ ആയിട്ടുണ്ടാവും. ആ സ്ക്രീനിൽ നിങ്ങളുടെ അഡ്മിഷൻ നമ്പർ അല്ലെങ്കിൽ റോൾ നമ്പർ അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ, നിങ്ങളിപ്പോൾ അവിടെ കുറച്ച് മുൻപ് നേരത്തെ എടുത്തില്ലേ, അപ്പോൾ ആ ഫോട്ടോ അതിലുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചിരിച്ചുകൊണ്ടിരിക്കുക. കാരണം പരീക്ഷയിൽ 1 മണിക്കൂർ മുഴുവൻ നമുക്ക് ആ ഫോട്ടോ കാണാനാവും. അപ്പോൾ ആ ഫോട്ടോ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം കാണണം. അപ്പോൾ നിങ്ങൾ ചിരിച്ചുകൊണ്ട് ആ ഫോട്ടോക്ക് പോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ആ ഫോട്ടോയൊക്കെ ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. പിന്നെ 9 മണി വരെ നിങ്ങൾക്ക് ഒരു കാത്തിരിപ്പായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തരും. ഓരോ സെൻറ്ററിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ കോമൺ ആയിട്ട് എല്ലാവരും ജനറലായിട്ട് പറയുന്ന കാര്യം, മാൽ പ്രാക്ടീസ് ഒന്നും ചെയ്യരുത്. വെരിഫിക്കേഷൻ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടാവണം. നിങ്ങളോട് പറയുമ്പോൾ മാത്രമേ സിസ്റ്റത്തിൽ തൊടാൻ പാടുള്ളൂ. അതിലപ്പം മാത്രമേ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. അവർ പറയുന്ന പോലെ എക്സാം ഫോളോ അപ്പ് ചെയ്ത് വേണം. സംസാരിക്കാൻ പാടില്ല. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മളൊരു മാന്യമായിട്ടുള്ള ഒരു കുട്ടിയായിട്ട് എക്സാം ഹാളിൽ ഇരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇനി അടുത്ത ഡൗട്ടില്ലേ, നമ്മളിപ്പോൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ചിലതൊക്കെ ഡൗട്ട് വരുമ്പോൾ നമ്മളിത് ചെയ്ത് നോക്കണം. കമ്പ്യൂട്ടറിലാകുമ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു പേനയും പേപ്പർ കിട്ടുമോ, ആ ഒരു ഡൗട്ടുള്ളവർക്ക് വേണ്ടി പറയുന്ന കാര്യമാണ്. നിങ്ങൾക്കൊരു പെന്നും പേപ്പറും ഒന്ന് അലോട്ട് ചെയ്യും. ഓക്കെ, ആ പെന്നും പേപ്പറും അലോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ടുണ്ടോ ഒക്കെ നിങ്ങൾക്ക് ആ പെന്നും പേപ്പറിൽ എഴുതി വെക്കാം. ആ പേന ഉപയോഗിച്ചിട്ട് തന്നെ അവർ തരുന്ന പേന ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയ ട്രാൻസ്പെറൻറ്റ് പെന്നാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പേനയ്ക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ അവിടെ വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾക്ക് റഫായിട്ട് എന്തെങ്കിലും നിങ്ങൾ ഇനി ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടി പഠിച്ച കോഡുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ എഴുതി വെച്ചിട്ട് ഇതെന്ത് ചെയ്യും, മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുക, അങ്ങനെ ഒരു രീതിക്കൊന്നും നിൽക്കരുത്. കാരണം നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ആളായിരിക്കും നിങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എക്സാം ആൾ എങ്ങനെയാണെന്നുള്ളത് കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് ശ്രദ്ധിക്കുക. പേപ്പർ കഴിഞ്ഞാൽ വീണ്ടും അവരെന്ത് ചെയ്യും, അഡീഷണൽ പേപ്പർ വരും. ഇനി പുറത്തിറങ്ങുന്നത്, അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ പരീക്ഷ എഴുതി തീരാതെ, നമ്മൾ സ്കൂളിൽ കാണിക്കുന്ന പോലെ 1 മണിക്കൂർ ആകുന്നതിന് മുൻപ് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, രാവിലെ 9 മണിക്ക് വരെ കുട്ടി പരീക്ഷ കഴിഞ്ഞു 10 മണിക്ക് കഴിയുള്ളൂ. 10 മണിക്ക് കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ നിന്ന് ഓടാൻ പറ്റില്ല. ഓരോ ബാച്ചിനായിട്ടാണ് അവർ ഇറക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബാച്ചിൻ്റെ ഊഴം വരുമ്പോൾ നിങ്ങൾക്ക് ഇറങ്ങാം. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ സമയം എടുക്കുള്ളൂ. അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഒരു വെരിഫിക്കേഷൻ വേണ്ടി ഒരു സ്ലിപ്പിൽ ഒപ്പിടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒപ്പിടാനും കാര്യങ്ങളുണ്ടാവും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ പറയുന്ന എക്സാം ഹാളിൽ കയറുന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും അവിടെയുള്ള CCTVയിൽ എന്തായിരിക്കും, റെക്കോർഡിങ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ റെക്കോർഡർ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാത്തിനും ഒരു പ്രൂഫ് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. അത് അവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. ഓരോ ക്യാബിലും ക്യാമറക്ക് കാണാവുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ മാന്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളോട് പറഞ്ഞ ഇൻസ്ട്രക്ഷനൊക്കെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുക. ഇറങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നേരെ ക്ലോക്ക് റൂം ഉണ്ടാവും. നിങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കളും സാധനങ്ങളൊക്കെ പരമാവധി കൊണ്ടുപോകാതിരിക്കുക. ആഭരണങ്ങൾ ധരിച്ചിട്ടാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ ആഭരണങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്നതൊക്കെ ഒഴിവാക്കി വേണം എക്സാമിന് പോകാൻ. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മുടെ ഫാഷനബിളാണ്, ഞാൻ അത്ര സുന്ദരിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇത്ര സുന്ദരനാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്. നമ്മൾ നമ്മുടെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച, നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും മികച്ച കരിയർ ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച ചവിട്ടുപടിയിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ വെക്കുന്നത്. ഏറ്റവും മികച്ച ചവിട്ടുപടിക്ക് കയറാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ അണിഞ്ഞൊരുക്കി പോകേണ്ട കാര്യമൊന്നുമില്ല. വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ടുപോകാതിരിക്കുക, പരമാവധി നിങ്ങൾ ഒഴിവാക്കാം. ഇനി എക്സാം ഹാളിൽ അലോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞാൽ, അപ്പോൾ എക്സിറ്റ് ചെയ്യേണ്ട കാര്യം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. എന്നിട്ട് നിങ്ങളുടെ ബാച്ചിന് കൃത്യമായിട്ട് പറയും. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുറത്തിറങ്ങി എന്നിട്ട് എന്ത് ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് എക്സാം സെൻറ്ററിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല. നിങ്ങൾ എവിടെ കാണിച്ചാൽ പോയിക്കോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എക്സാമിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. ഇനി അടുത്തത് എന്തൊക്കെയാണ് എക്സാം ഹാളിൽ അലോട്ട് ചെയ്തിട്ടുള്ള ഐറ്റംസ്. ഓക്കെ, നമുക്ക് അവിടെ അലോ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ അഡ്മിറ്റ് കാർഡ് നമുക്ക് അവിടെ പ്രവേശിപ്പിക്കാം. അതുപോലെ നമ്മുടെ ഒരു ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ആ ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ കൊണ്ടുപോകാം. അതുപോലെ നമ്മുടെ പെന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ അതെന്താണ്, ട്രാൻസ്പെറൻ്റ് ആണ്. ഈ ട്രാൻസ്പെറൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ സാധാരണ ഒരു പേന പറയാറുള്ളത് ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് കാണണം. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ പിൻ പോയിൻറ്റ് പേനയൊക്കെ ഉണ്ടല്ലോ, ഒരു പ്രൊമോഷനൊന്നും കേട്ടോ, പിൻ പോയിൻറ്റിൻ്റെ പ്രൊമോഷനൊന്നുമില്ല. ഈ പിൻ പോയിൻറ്റ് പേനയ്ക്ക് പോലുള്ള അങ്ങനത്തെ പേനകളൊക്കെ ഉണ്ടല്ലോ, അതിലെ പേപ്പറും കാര്യങ്ങളൊക്കെ പറിച്ച് കളയേണ്ടി വരും. അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പെന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്ടർ ബോട്ടിൽ കയറ്റാം. പക്ഷേ അതെന്താണ്, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ അലോട്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ. ഇത് മാത്രമാണ് സാധാരണ വരാറുള്ളത്. ഇതിൻ്റെ കൂടെ ഒന്നും എക്സ്ട്രാ, ഈവൻ നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ഒരു മെഡിസിൻ പോലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവിടെ വെരിഫിക്കേഷനും കഴിഞ്ഞ് പെർമിഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഈ 4 ഐറ്റംസ് നിങ്ങൾക്ക് എന്തേ പറ്റുള്ളൂ, എക്സാം ഹാളിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ. ഇനി നിങ്ങളുടെ എക്സാം സെൻറ്ററിൽ ഉണ്ടാകുന്ന ഒരു കാഴ്ച ഇതുപോലെ ആയിരിക്കും കേട്ടോ. ഇതുപോലെ ആയിരിക്കും നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീൻ ഉണ്ടാവുക. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ തൊട്ടപ്പുറത്ത് ഇതാ കണ്ടോ, ഇപ്പോൾ ഈ ഇരിക്കുന്ന ആൾ നിങ്ങളാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഇടതുവശത്തും അതുപോലെ വലതുവശത്തും ആളുണ്ടായിരിക്കും. ഇവിടെ എക്സാം ഹാൾ കൊടുത്ത പോലെ ഈ ബോർഡിൽ എന്താ ഇവിടെ അലോ ചെയ്തിട്ടില്ല കേട്ടോ. എക്സാം ഹാളിൽ ഈ ബോർഡിൽ അലൗഡ് അല്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇത് ജസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റിന് വേണ്ടി എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയില്ല. ഇനി നിങ്ങൾക്ക് കാണാം അവരുടെ മുമ്പിൽ പേപ്പർ ഉണ്ടായിരിക്കും. ആ മുമ്പിൽ പേപ്പർ ഉണ്ട്, അതിൽ അവർക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെയൊക്കെ ഓരോ ക്യാബിനായിട്ട് തിരിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ ഓരോരുത്തരെയും പരസ്പരം സെപ്പറേറ്റ് ഓരോ ക്യാബിനിൽ തിരിച്ചിട്ടുണ്ട്. അതേപോലെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ആ ക്യാബിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളോടോ അല്ലെങ്കിൽ ഇപ്പുറത്തിരിക്കുന്ന ആളോടോ സംസാരിക്കാൻ പോയിട്ട് ഒരു മൈൻഡ് ചെയ്യാൻ പോലും നിൽക്കരുത്. എക്സാം
എക്സാം കഴിയുന്നവരെ നിങ്ങളൊന്നും ചെയ്യേണ്ട. ഇതുവരെ പരിചയമില്ലാത്ത ഒരാളെ പുതിയതായിട്ട് പരിചയപ്പെട്ട് നമുക്കൊന്നും കിട്ടാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ പോകാം. അപ്പോൾ നന്നായിട്ട് പരീക്ഷ ചെയ്താൽ പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എക്സാമിൽ കമ്പ്യൂട്ടറിൽ എക്സാം കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞിട്ട് എക്സാം എങ്ങനെ എഴുതണം എന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇനി എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ടതായ എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. അപ്പോൾ എക്സാം ഹാളിൽ എക്സാമിൻ്റെ ദിവസം എന്താണ് സംഭവിക്കേണ്ടതുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും വൺസ് അഗൈൻ മീ സൽ സബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.